മർഹൂം കാഞ്ഞാർ മൂസ മൗലാന മർഹൂം വഫാത്തായിപ്പോയി. അദ്ദേഹത്തെ പറ്റി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചിലർക്കൊക്കെ ഒരു തുഹമത്തൊക്കെ ഉണ്ടാകും. അങ്ങനൊന്നുമല്ല തങ്ങളെ. മൂപ്പര് മൗലൂദിൻ്റെ കാര്യത്തിൽ, അഷ്റഫുൽ ഖൽക്കിനോടുള്ള ഹുബ്ബിൻ്റെ കാര്യത്തിൽ വളരെ കണിശത പാലിച്ചിരുന്ന ആളായിരുന്നു. ചില സമയത്ത് മൂപ്പരിങ്ങനെ ജമാഅത്തിന് പോകുന്ന ആളാണ്, അറിയാലോ. ചിലപ്പോൾ റബീഉൽ അവ്വലിലൊന്നും മൂപ്പര് നാട്ടിലുണ്ടാവില്ല. ആര്? മൂസ മൗലാന. അങ്ങനെ റബീഉൽ അവ്വലിൽ മൂപ്പര് ഔട്ടിലായിരിക്കും, വിദേശത്തോ മറ്റോ ആയിരിക്കും. വന്നാൽ എനിക്ക് വിളിക്കും, ഞാൻ ഹസനയിലുണ്ടാകും, എനിക്ക് വിളിക്കും. അടുത്ത സുഹൃത്താണ്. എന്നോട് പറയും, മൂസ മൗലവി റബീഉൽ അവ്വൽ കഴിഞ്ഞു, ഞാൻ റബീഉൽ അവ്വലിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉംറക്ക് സൗദിയിലും പിന്നെ വേറെന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജമാഅത്തായിട്ട് ഒമാനിലും ഇമാറാത്തിലൊക്കെ ആയിരുന്നു. 1-2 മാസമായി ഞാൻ പോയിട്ട്. അപ്പോൾ റബീഉൽ അവ്വലിൽ വീട്ടിൽ മൗലൂദ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. സംഗതി റബീഉൽ അവ്വലൊക്കെ കഴിഞ്ഞു പോയി, പക്ഷെ ഖളാ വീട്ടു. അപ്പം ഞാൻ അതുവഴി വരുന്നുണ്ട്. വരുമ്പോൾ നമുക്ക് നല്ല അരി വാങ്ങിയിട്ട്, നല്ല അരി, എറണാകുളത്ത് അവൈലബിളായ ഏറ്റവും മുന്തിയ അരി, ആ അരി വാങ്ങിയിട്ട് നല്ല ആടിനെ വാങ്ങിയിട്ട് ആട് ബിരിയാണി വെച്ചിട്ട് മൗലൂദ് നടത്തണം. എന്നിട്ട് ആ മുഹിബ്ബീങ്ങൾക്കൊക്കെ മുഅ്മിനീങ്ങൾക്കൊക്കെ തഖ്സീം ചെയ്യണം. ഉസ്താദ് നേരിട്ട് പറഞ്ഞു, ശറഫലനാമു ആയിരിക്കണം എന്ന് ഉസ്താദ്. അപ്പം ഇങ്ങനെയൊക്കെ മൗലൂദിനെ കുറിച്ച് ഒരു നിലപാടുണ്ടായിരുന്ന ആളുകളാണ് ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദിനെ സ്നേഹിക്കുന്നവരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉസ്താദിന് വലിയ പിരിശാണ്. അഷ്റഫുൽ ഖൽക്കിനെ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്.